മധുരമൊഴിയിലേക്ക് സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രി മധുരകരമായ ഒരു സമ്മാനം എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി തരുന്നു. ഇതൊരു യാത്രയാണ് മധുരമൊഴി. കുടുംബജീവിതത്തിൻ്റെ ഉൾത്തടങ്ങളിലൂടെ മനോഹരമായ യാത്ര, വചനത്തിൻ്റെ കൂട്ടുപിടിച്ച് സ്വർഗത്തിലേക്ക് നോക്കി മനോഹരമായ യാത്ര. ഈ യാത്ര മധുരകരമാക്കുവാൻ വേണ്ടി ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യുന്നു. എല്ലാ ജീവിതത്തിലും, എല്ലാ കുടുംബജീവിതത്തിലും ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ഇതിനൊന്നിനും കൃത്യമായൊരു ഉത്തരം തരുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന കാലഘട്ടമല്ലല്ലോ ഇത്. ഒത്തിരി ഡൗൺലോഡുകൾ നടന്നാലും ഒത്തിരി ആപ്പുകൾ വന്നാലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്ക് കർത്താവായ യേശു മിശിഹ വചനത്തിലൂടെ ഒത്തിരി മറുപടികൾ തരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ മധുരമൊഴിയിൽ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ വീഴ്ചകൾ, എങ്ങനെ നമ്മുടെ കുടുംബജീവിതം, കുടുംബം, കുഞ്ഞുങ്ങളുടെ ഫോർമേഷൻ മനോഹരമാക്കാം, അതാണ് നമ്മുടെ ലക്ഷ്യം. മധുരമൊഴിയിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട ജോർജ് ഗ്ലോറിയ ചേട്ടൻ. ജോർജ് ചേട്ടൻ എല്ലാവർക്കും സുപരിചിതനാണ്. പ്രത്യേകിച്ച് വചനപ്രഘോഷണ വേദികളിലും കൗൺസിലിംഗ് മുറികളിലും ഒത്തിരി ആത്മാക്കളെ കർത്താവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് നമ്മെ സഹായിച്ച ബഹുമാനപ്പെട്ട ജോർജ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മോടൊപ്പമുള്ള കുടുംബം ബഹുമാനപ്പെട്ട ഡോക്ടർ ചെറിയാനും അതുപോലെ തന്നെ മഞ്ജു ചേച്ചിയുമാണ്. ഇവർ കോഴിക്കോടുകാരാണ്. അദ്ദേഹം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറായിട്ട് സേവനം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ വിഷയം നുണ പറയുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളും എല്ലാ കാലഘട്ടങ്ങളിലും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണത്. കുഞ്ഞുങ്ങൾ നുണ പറയുന്നു. എന്നാൽ നമ്മൾ ഒത്തിരി നാണക്കേട് ഉണ്ടാക്കി തരുന്നുണ്ട്. കുഞ്ഞുങ്ങൾ വീട്ടിൽ നുണ പറയുന്നു, സ്കൂളിൽ നുണ പറയുന്നു. ഒരിക്കൽ കൗൺസിലിംഗ് വന്നൊരു കൊച്ചനോട് പറഞ്ഞതാണ്, അച്ഛാ ഞാൻ കുമ്പസാരക്കൂട്ടി വരെ നുണ പറഞ്ഞിട്ടുണ്ടെന്ന്. കർത്താവിനെ വരെ പറ്റിക്കാനായിട്ട് ശ്രമിക്കുന്ന അത്രയും നുണ പറച്ചിൽ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് നുണ പറയുന്നു, എങ്ങനെ നമുക്ക് ഈ ചെറിയ ദുശ്ശീലത്തെ ബാല്യത്തിൽ തന്നെ എടുത്ത് മാറ്റി അവരുടെ നാവിൻ്റെ പരിശുദ്ധി, വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ട നാവിൻ്റെ പരിശുദ്ധി. തിരുവചനം പറയുന്നുണ്ട്, നിങ്ങൾ മരണം വരിക്കുമെന്നുണ്ടെങ്കിലും സത്യം കൈവടിയരുത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. പ്രഭാഷകൻ പറയുന്നതാണ്, ദൈവം നമുക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. അതുകൊണ്ട് ഈ ഒരു തലമുറയെ സത്യം പറഞ്ഞു പഠിപ്പിക്കാൻ, നാവിൻ്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കാനായിട്ടുള്ള ചെറിയൊരു ശ്രമമാണിത്. അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം മാതാപിതാക്കളിലാണ് ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്. ചില വീടുകളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന രസകരമായ തമാശകളുണ്ട്. നമ്മൾ വീടിൻ്റെ വാതിക്ക് നിന്നിട്ടൊരു ഭിക്ഷക്കാരൻ അകത്തോട് ചോദിക്കും, അപ്പ വല്ലതും തരണേന്ന് പറയുമ്പോൾ അപ്പനകത്ത് നിന്ന് കുഞ്ഞിനോട് പറയും, ഇവിടെ അപ്പനില്ല എന്ന് പറഞ്ഞേക്കാൻ പറയും. അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വരുമ്പോൾ ആരെങ്കിലും പൈസ കടം ചോദിക്കാനുള്ള ഫോൺ കോൾ ആണെങ്കിൽ അപ്പം കൃത്യമായിട്ട് പറയും, അപ്പൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാൻ പറയും. അല്ലെങ്കിൽ ഞങ്ങൾ പുരോഹിതരെ പറ്റി പറയുന്ന എന്തോരം കള്ളത്തരങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് കൊച്ചിനെ കൊണ്ട് പള്ളിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പള്ളിയിൽ നിന്ന് കൊച്ചു വഴക്കുണ്ടാക്കുമ്പോൾ, ഓടി നടക്കുമ്പോഴോ ഒച്ച വെക്കുമ്പോഴോ അമ്മ പറയും, അച്ഛൻ ഇറങ്ങി വന്ന് അടിക്കും, അച്ഛൻ ഇറങ്ങി വന്ന് തല്ലുമെന്ന് പറയും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് അച്ഛന്മാർ വില്ലന്മാരായിട്ട് മാറുക. എന്തോരം വലിയ നുണയാ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ, കുഞ്ഞു കുഞ്ഞ് വീഴ്ചകൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ദിവസം ഇവിടെ നമ്മൾ ഒന്നിച്ചു കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നത്. എന്തിനൊക്കെ വേണ്ടി നുണകൾ പറയുന്നത്? നിലനിൽപ്പിന് വേണ്ടി നുണകൾ പറയുന്നുണ്ട് ചിലർ. അല്ലെങ്കിൽ ചില നുണകൾ പറയുന്നത് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്, ചില നേട്ടങ്ങൾക്ക് വേണ്ടി. മറ്റൊരു നുണകൾ പറയുന്നത് ചുമ്മാ അങ്ങ് നുണ പറയുകയാണ്, ജസ്റ്റ് ഫോർ ഹൊറർ എന്നൊക്കെ പറയുന്നത് പോലെ ചുമ്മാ അങ്ങ് നുണ പറഞ്ഞു കൂട്ടുന്ന ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്കൂളുകളിലൊക്കെ ഇരിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും ഇവർ നമ്മളോട് പറയാൻ പോകുന്ന കല്ല് വെച്ച നുണയാണ്. എന്നാൽ വലിയ സ്റ്റോറിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വളരെ മനോഹരമായിട്ട് നമ്മളെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ കുറേ നുണകൾ. നമുക്ക് ആദ്യം ഇന്ന് ജോർജ് ചേട്ടൻ തന്നെ തുടങ്ങാം. ജോർജ് ചേട്ടൻ, ഈ നുണ പറയുന്നതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ്, പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ ഒരു കുഞ്ഞ് നുണ പറഞ്ഞ് തുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? എനിക്ക് തോന്നുന്നു അച്ഛൻ ഉദ്ധരിച്ച ദൈവവചനത്തിനകത്ത് പറഞ്ഞ പോലെ, മരണം വരിക്കേണ്ടി വന്നാലും നീ സത്യം കൈവിടരുത്, ദൈവം നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ഇവിടെ ദൈവം തന്നെ പറഞ്ഞു വെക്കുന്നത്, നീ പേടിക്കണ്ടെന്ന്, നിനക്ക് വേണ്ടി ഞാൻ പൊരുതിക്കൊള്ളും. അപ്പം നീ നിൻ്റെ ജീവനെ നഷ്ടപ്പെടുമോയെന്ന് ഭയപ്പെട്ടിട്ട് കള്ളം പറയണം. അപ്പം കള്ളത്തിൻ്റെ അടിസ്ഥാന കാരണം, ഒരു പ്രധാനപ്പെട്ട കാരണം അറ്റ്ലീസ്റ്റ് ഭയമാണ്. ഭയം മൂലമാണ്. അപ്പോൾ ഈ ഭയം എങ്ങനെ ഉണ്ടാകുന്നു? വചനം വളരെ ഭംഗിയായിട്ടാണ് പറയുന്നത്. ഭയം ഉണ്ടാകുന്നത് സ്നേഹത്തിൻ്റെ അഭാവത്തിലാണ്, അല്ല സ്നേഹത്തിൻ്റെ തികവിൽ സ്നേഹം ഭയത്തെ ദൂരീകരിക്കുന്നു. അപ്പോൾ അത് ഭയമില്ലാതെയായി മാറിപ്പോയി. ഇവിടെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ജീവിതാന്തരീക്ഷം, അതിൻ്റെ ലോകം എന്ന് പറയുന്നത് ആ കുടുംബമാണ്, അപ്പനും അമ്മയും അല്ലെങ്കിൽ അതുപോലെ ആ മുതിർന്നവർ, വീട്ടിലുള്ളവരുടെ അന്തരീക്ഷമാണ്. അവിടെ കുഞ്ഞിന് ഭയം ഉണ്ടാകാൻ പോകുന്നത് ആറ്റം ബോംബ് വീഴുമോ എന്നുള്ള ഭയമോ ലോകമായുദ്ധങ്ങളെക്കുറിച്ചുള്ള ഭയമൊന്നുമല്ല. തീർച്ചയായിട്ടും അപ്പനെക്കുറിച്ചുള്ള ഭയമോ അമ്മയെക്കുറിച്ചുള്ള, അപ്പോൾ ആ കൊച്ചിൻ്റെ ലോകമായുദ്ധങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പനെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് വരുന്ന മറ്റുള്ളവരെ, അധികാരികളെന്ന് പറയുന്നത് വീട്ടിലെ, ഇവരെയാണ് കുഞ്ഞ് ഭയപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഉത്തരം നമ്മൾ കുഞ്ഞിൽ നിന്നും നമ്മുടെ ഫോക്കസ് മാറി എനിക്ക് തോന്നുന്നു മാതാപിതാക്കളിലേക്ക്, നമ്മളിലേക്ക് ഫോക്കസ് വരികയാണ്. അപ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ തെറ്റ് ചെയ്ത കുഞ്ഞിനെ, തെറ്റിനെ നമ്മൾ അംഗീകരിക്കാത്തപ്പോൾ തന്നെ
കുഞ്ഞിനെ നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ, സ്നേഹിക്കുന്നു, അതിനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നെങ്കിൽ, നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അത് കുഞ്ഞിന് ബോധ്യപ്പെടുമെങ്കിൽ, നീ ചെയ്തത് തെറ്റാണ്, പക്ഷേ നീ എന്നാലും എൻ്റെ മകനാണ്, അല്ലെങ്കിൽ എൻ്റെ മകൾ തന്നെയാണ്, എൻ്റെ പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ് എന്നാൽ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നമുക്കത് ആ മെസ്സേജ് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ, എനിക്ക് തോന്നുന്നു ഒരബദ്ധം കൊച്ചിൻ്റെ നിന്ന് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് വന്നത് റിപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. കാരണം ഏതൊരു എൻ്റെ തന്നെ ചെറുപ്പത്തിലേക്കാണ് ആദ്യത്തെ കള്ളം പറഞ്ഞ സന്ദർഭം ഓർക്കുമ്പം അതും ചുമന്നുകൊണ്ട് ഞാൻ നടന്നിട്ടുള്ള ഭാരം എന്താണെന്നറിയാം. തലവേദന അസുഖങ്ങളും പല മാരകമായ രോഗങ്ങളും ചോപ്പിന്റെ ഭാഗമായിട്ട് കിട്ടും ഇതുകൊണ്ട്. അപ്പം നമ്മൾ എത്ര നേരത്തെ അത് ബേർഡൻ ഒഴിവാക്കാനായിരിക്കും ശ്രമം. പക്ഷേ അതിന് പറ്റിയൊരു അന്തരീക്ഷം നമ്മൾ കൊടുക്കുക. നിസ്സാരം ഞാനൊരു കാര്യം പറയാം. എൻ്റെ മകള് ചിലപ്പോൾ ഒരു 10 വയസ്സുള്ള സമയത്താണെന്ന് ചോദിക്കുക, എൻ്റെ മകൾ ഒരു ഗ്ലാസ്, മോളെ ആ ഗ്ലാസ് ഒന്ന് കഴുകി വെച്ചേരെന്ന് പറഞ്ഞു. ഇവള് സോപ്പ് കഴുകാനുള്ള സോപ്പ് എടുത്ത് വെച്ച് ഗ്ലാസ് കഴുകിയതിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും കൈ തെന്നി പൊട്ടിപ്പോയി. പോയി. ഇതൊരു വലിയ ക്രിട്ടിക്കൽ പോയിൻ്റാണ്. ഇപ്പോൾ എൻ്റെ റിയാക്ഷൻ അല്ലെങ്കിൽ അവളുടെ അമ്മയുടെ റിയാക്ഷൻ എന്താണ്? നശിപ്പിച്ചോ? ഇതായിരിക്കും പലപ്പോഴും ഉണ്ടാകുന്ന റിയാക്ഷൻ. അല്ലല്ലോ അവളോടൊരു കാര്യം പറഞ്ഞപ്പോളെ. പക്ഷേ വേറൊരു വിധത്തിലും നമുക്കിത് റിയാക്ട് ചെയ്യാം. ഓടി നമ്മളങ്ങോട്ട് ചെല്ലുന്നു, മോളെ കുപ്പിച്ചില്ലയിൽ നിന്ന് ചവിട്ടരുത്, മാറി നിൽക്കുക, നിന്റെ കാല് മുറിയും, നീ അത് പെറുക്കാനൊന്നും പോകണ്ട, ജസ്റ്റ് ലീവ് ഇറ്റ്, ഞാൻ മാറിക്കോളാം, നീ വാ. ഇതാണ് പറയുന്നതെങ്കിൽ നമ്മൾ 10 രൂപയ്ക്കല്ല 15 രൂപയ്ക്കല്ല 50 രൂപയ്ക്കല്ല 100 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഗ്ലാസ്സിനേക്കാൾ വിലയുണ്ട് എനിക്ക് എന്ന് കുഞ്ഞ് മനസ്സിലാക്കുക. നേരെ മറിച്ച് നമ്മൾ ആ 5 രൂപയുടെ ഗ്ലാസിൻ്റെ പുറകെ വില കൊടുക്കുമ്പോൾ കുഞ്ഞ് മനസ്സിലാക്കുന്നത് ഈ 5 രൂപയുടെ ഗ്ലാസിൻ്റെ വില പോലും എനിക്ക് ഈ വീട്ടിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വില നിലനിർത്താൻ കുഞ്ഞ് കള്ളം പറയേണ്ടി വരും. ഇത് ഞാൻ പൊട്ടിച്ചതല്ലെന്നോ, അല്ലെ പൊട്ടിക്കാൻ കാരണം വേറെ എന്തെങ്കിലും, ഇല്ലാത്ത ഏതെങ്കിലും കാരണം, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, എൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോയി. അത് അങ്ങനെ തന്നെ പറയാൻ നമുക്ക് ഇടയാക്കും. ഇത് ചെറിയ പിള്ളേർക്ക് മാത്രമല്ല കേട്ടാ, എനിക്ക് വലിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ 25-26 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരിക്കലും ബൈക്ക് എടുത്ത് പുറത്ത് പോയി. ഒരു അച്ഛൻ്റെ പുതിയ ബൈക്കാണ്, ഞാൻ ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത്. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ ബിറ്റ്വീൻ ഒരു കൊച്ചു വട്ടം ചാടി ബൈക്ക് മറിഞ്ഞു. എൻ്റെ കാല് പോയി, പുത്തൻ ബൈക്കിൻ്റെ സൈഡ് ഉരഞ്ഞ് കുറച്ച് വളഞ്ഞൊക്കെ പോയി. ഞാൻ പിന്നെ തൊട്ടടുത്ത കടയിൽ കൊണ്ടുപോയി അവർ മനോഹരമായിട്ടൊക്കെ അത് അത്യാവശ്യം ശരിപ്പെടുത്തി തന്നു. ഞാൻ വൈകുന്നേരം അപ്പോൾ തിരിച്ചു വന്നു. എനിക്ക് പേടിയാണ് പറയാനായിട്ട്. എൻ്റെ കാല് പൊട്ടിയതിൻ്റെ വേദനയെക്കാളും ചങ്കില് പേടി. ഈ അച്ഛനെങ്ങാനും പുത്തൻ ബൈക്ക് മറിഞ്ഞതിൻ്റെ 19,000 രൂപ കൊടുത്ത് മേടിച്ചു ബൈക്ക്, പുതിയ ബൈക്ക് നശിപ്പിച്ചതിൻ്റെ വിഷമമൊക്കെ ആയിട്ട് ഞാൻ അവസാനം വിചാരിച്ചെന്ന് അച്ഛനോട് പറയണ്ട. ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ആ സ്ഥലം വിട്ട് വേറെ ദൂര സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോകുന്ന സമയം കൂടിയായിരുന്നു. അപ്പോൾ ഇനി കുഴപ്പമില്ല, ചെറിയ കള്ളത്തിലൊക്കെ പറഞ്ഞ് ഒഴിയാലോ, ഒന്നും മിണ്ടാതെ അങ്ങ് പോയേക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ അവസാനം ഭയങ്കര കുറ്റബോധമായിട്ട് ഒരാളെ പറ്റിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവസാനം ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ബൈക്കൊന്നും മറിഞ്ഞു കേട്ടോ, ഒന്ന് ചെറുതായിട്ട് പെയിൻ്റൊക്കെ പോയി. അച്ഛൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. അച്ഛൻ ചോദിച്ചു, മോനെ വല്ലതും പറ്റിയാടാ? എൻ്റെ മേത്ത് പിടിക്കുന്നു, ഉടുപ്പ് പൊക്കി നോക്കുന്നു, പാൻസ് പൊക്കി നോക്കുന്നു, കീറിയ പാൻസ് ചോര കാണുന്നു. പുള്ളിയാകെ ഇമോഷണലി വല്ലാതായിപ്പോയി. മോനെ നിനക്ക് വല്ലതും പറ്റി? അച്ഛൻ ബൈക്ക് പോട്ടെ, നിനക്ക് വല്ലതും പറ്റിയോ? ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിച്ച് മൊത്തത്തിൽ സീൻ മാറി. ഒരു കുഞ്ഞ് കള്ളം പറയാൻ ഞാൻ പേടിച്ചിട്ട് പറയാതെ നിന്നാ. അപ്പോൾ ഈ ഒരു 25-26 വയസ്സുകാരൻ ഇത്രയും പേടിയുണ്ടെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിന് വീടിൻ്റെ കോണ്ടെക്സ്റ്റിൽ തെറ്റ് ചെയ്യാൻ നമ്മൾ തന്നെ കാരണക്കാരായി മാറുക. അപ്പോൾ ഈ ചോദ്യം നമുക്കിനി ഇതേ ചോദ്യം തന്നെ 2 പേര് അപ്പനും അമ്മയും കൂടി ഇരിക്കുമ്പോൾ ചോദിക്കുക, നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലത്തെയുള്ള ഡയറക്റ്റ് അനുഭവങ്ങൾ, എന്തുകൊണ്ട് പിള്ളേർ നുണ പറയുന്നു, അല്ലെങ്കിൽ നുണ പറയുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ ടാക്കിൾ ചെയ്തു, എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ മാറ്റിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ഒരു സംഗതി, നമുക്ക് ആ ഭയത്തിൻ്റെ ആ അന്തരീക്ഷം മാറ്റണം. ജോർജേട്ടൻ പറഞ്ഞ പോലെ വീട്ടിൽ ആ ഭയത്തിനേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾക്ക് എന്ത് കാര്യവും നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാം. ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് പിള്ളേരിൽ ജനിപ്പിക്കണം. അപ്പം ആ രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾക്കുള്ള ആ സ്വാതന്ത്ര്യം കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ സ്നേഹപൂർവ്വം, ഇപ്പോൾ ഒരു കുട്ടി ഏറ്റവും ഒരു ചെറിയ കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, നീ ആ എഴുതിയ ഡിക്റ്റേഷനൊക്കെ നീ എഴുതിയിട്ടുണ്ടോ? ഞാൻ ആ പുസ്തകം നോക്കിയിട്ടാണ് വന്ന് ചോദിക്കുന്നത്. അന്നേരം ആ കൊച്ചു പറയാണ്, ഞാൻ മുഴുവൻ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ വളരെ സ്നേഹപൂർവ്വം അവളോട് പറയാണ്, എൻ്റെ കുടുംബത്തിലെ അനുഭവത്തിൽ നിന്ന് പറയാണ്, മോളെ നീ അച്ഛൻ എന്തിനാടാ പറ്റിക്കുന്നത്? അത് പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പം കൊച്ചിന് ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു മെസ്സേജ്, നമ്മൾ അവനെ വഴക്ക് പറയുന്നില്ല, നമ്മൾ ആ ഒരു മെസ്സേജ് കൊടുക്കും. മധുരമൊഴി തന്നെയാണ് ഇതിനുള്ള മറുപടി. നമ്മൾ പ്രോഗ്രാമിന് പേര് മധുരമൊഴി തന്നെയാണ് ഇതിനുള്ള പ്രധാനമായിട്ടൊരു മരുന്നും. അച്ഛനത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, എൻ്റെ മോൾ ഇതുപോലെ എക്സാമിന് റിസൾട്ടൊക്കെ വന്നു. ഞാൻ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചുരുട്ടിക്കൂട്ടിയ ഒരു പേപ്പർ ഇങ്ങനെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവളുടെ മാർക്ക് ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മാർക്ക് കുറവാണ്. അപ്പോൾ അവളതെടുത്ത് മാറ്റി ഒളിപ്പിച്ച് വെച്ചതാണ്. അപ്പം എനിക്ക് വല്ലാണ്ട് ദേഷ്യം വന്നിട്ട് അവൾ കിടക്കൂ, രാവിലെ എഴുന്നേറ്റിട്ടില്ല, കിടക്കുക, അന്ന് ഹോളിഡേ ആയതുകൊണ്ട് കിടക്കുക. അപ്പം ഞാൻ അവളെ കുറേ അടിയൊക്കെ കൊടുത്തു. നീ എന്തിനാടി നീ എന്നോട് ഇങ്ങനെ ചെയ്തേ? നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അപ്പോൾ ഉടനെ അവൾ പറഞ്ഞു, അവൾ കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു, ധാർമ്മിക രോഷം തീർത്തായിരിക്കും. അത് തന്നെയാ.
അപ്പോൾ അവൾ എന്നോട് കരഞ്ഞോണ്ട് പറഞ്ഞു, അമ്മ എന്നെ തല്ലുമെന്ന് പേടിച്ചിട്ടാ ഞാൻ അമ്മേനെ കാണിക്കാഞ്ഞെന്ന് പറഞ്ഞു. സംഭവിച്ചിട്ടാ പറയുന്നത്. അപ്പം എനിക്കത് ഭയങ്കര ഒരു തിരിച്ചറിവായിരുന്നു. ദൈവമേ, ഞാൻ പലപ്പോഴും നമ്മുടെ ചില ആറ്റിറ്റ്യൂഡ്സാണ് നമ്മുടെ പിള്ളേരെ കൊണ്ട് നുണ പറയിപ്പിക്കുന്നത്. നമ്മളത് സ്നേഹത്തോടെ അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അവളുടെ അടുത്ത് പറയും, മാർക്ക് കുറഞ്ഞാലും സാരമില്ല, നീ കോപ്പി അടിക്കല്, നീ നുണ പറയല്. പിന്നെ അതുപോലെ തന്നെ ആ വചനം ഞാൻ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. ജ്ഞാനം 1:11 ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്കിലും ചിലപ്പോൾ അറിയാതെ നമ്മൾ അങ്ങോട്ട് വല്ലാണ്ട് റിയാക്ട് ചെയ്യും കുട്ടികളുടെ അടുത്ത്, ഓവർ റിയാക്ട്. നമ്മുടെ പിള്ളേരിങ്ങനെ ഇപ്പോൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്കുള്ള വലിയ സന്ദേശം ഇതിനകത്തുണ്ട്. ഇടയ്ക്കൊക്കെ റൂം അടിച്ചു വാരുന്ന പാത്രങ്ങളൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല സാധനങ്ങളും കിട്ടും. പിള്ളേരുടെ വീഴ്ചയ്ക്ക് കാരണമായ പല എഴുത്തുകുത്തുകളും ഇതുപോലെ പല പരീക്ഷാ പേപ്പറുകളൊക്കെ കിട്ടാനുള്ള ഒരു കാരണം കൂടിയാവും ഇത്. പക്ഷെ ഒരു CBI-യുടെ റോഡിലേക്കൊന്നും മാതാപിതാക്കൾ മാറരുത്. ഞാൻ പറയാം കേട്ടോ, അതല്ല ഇതാണ് നുണ പറയാനുള്ള മറ്റൊരു കാരണമായി മാറുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഇപ്പോൾ മഞ്ജു പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ മഞ്ജുന് ഇങ്ങനെ റിയാക്ട് ചെയ്യാമായിരുന്നില്ലേ എന്ന് ഞാനിപ്പോൾ, എനിക്ക് ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത്, പറ്റുമായിരുന്നില്ലേ എന്ന് ഞാനൊന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു പേപ്പർ കിട്ടി, കാര്യം നമുക്ക് മനസ്സിലായി. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പറഞ്ഞ വികാരങ്ങളെല്ലാം ഉണ്ടായി, സ്വാഭാവികമായിട്ടും. പക്ഷേ അന്നേരം നമ്മൾ റിയാക്ട് ചെയ്യണ്ടല്ലോ, കൊച്ചു ഉറങ്ങുമായിരുന്നു. നമുക്കൊരു അല്പം ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. ഞാൻ പറയുന്നത് ആ ബ്രേക്കിനെ പ്രാർത്ഥന എന്നാണ്. എൻ്റെ ദൈവമേ, ഈ പരാതി, കുഞ്ഞിനോട് പറയുന്ന പരാതി ദൈവത്തോടൊന്ന് പറയാമായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞ് എന്നോട് ഇത് ചെയ്തല്ലോ, എനിക്ക് സഹിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു എക്സ്പ്രഷനിലേക്ക് വരികയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ദൈവം ഇങ്ങനെ നയിക്കുമായിരുന്നില്ലേ എന്ന് ഞാൻ ഓർക്കുക. മോളെ അതങ്ങ് നിവർത്തി ഭംഗിയാക്കി അവിടെ പേരൻറ്റിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഇതേ അനുഭവം കോളത്തിൽ ഒരു ഉപ്പിട്ട് അവൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് കാണാവുന്ന അവളുടെ സ്റ്റഡി ടേബിളോ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് നിഷ്ക്രമിക്കുക. നമ്മളൊന്നും മിണ്ടുന്നില്ല. എനിക്ക് തോന്നുന്നു അവളത് കണ്ടു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിനകം കരഞ്ഞുകൊണ്ട് ഓടി വരുമായി. സംഭവിച്ചാണ് ഈ അനുഭവം. തിരുവനന്തപുരത്തുള്ള നമ്മുടെ ധ്യാനിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഡേസി ആൻറ്റി ഉണ്ട്. ഡേസി ആൻറ്റി ഇതേ അനുഭവം പറഞ്ഞാണ്. ഡേസി ആൻറ്റി ഒരിക്കലും റൂം അടിച്ചു വാരിക്കൊടുന്ന സമയത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ പഴയൊരു പേപ്പർ കിടക്കും. നോക്കിയപ്പോഴത്തേക്ക് മകൾക്ക് കിട്ടിയ സിംഗിൾ ഡിജിറ്റ്, നമ്മൾ ഫോൺ നമ്പർ പറയുന്നവരാണല്ലോ ചില എഞ്ചിനീയറിംഗ് കോളേജിലെ മാർക്കൊക്കെ 9961 എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ വളരെ സിംഗിൾ ഡിജിറ്റ് നമ്പരേ ഉള്ളൂ. അപ്പോൾ ആൻറ്റി നോക്കൂ, ചുരുട്ടിക്കൂട്ടി എറിഞ്ഞേക്കുക. ആൻറ്റി നൈസായിട്ട് എടുത്ത് വൃത്തിയാക്കി തേച്ച് നരയാക്കി താഴെ ഒപ്പൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് പോയി. മകൾ ഉറങ്ങിക്കിടക്കുക. ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. മകൾ ഉറങ്ങിക്കിടക്കുമായിരുന്നു. മകൾ എഴുതിയിട്ട് നോക്കും, ഇതേ അമ്മ എടുത്ത് ഉപ്പിട്ട് വെച്ചേക്കുന്നു. മകൾ അമ്മയെടുക്ക് പോയി കരഞ്ഞെന്ന് പറയും. ഇതുവരെ കൊച്ചു പിന്നെ തോറ്റിട്ടില്ലെന്നാണ് പറയുന്നത്. കാരണം ഇത് കൊച്ചിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ പോയിൻ്റായി മാറി. അവളുടെ അമ്മ അവളെ അത്രമാത്രം വിശ്വസിക്കുന്നു, അത്രമാത്രം കംഫർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, ചെറിയ ശിക്ഷണങ്ങളൊക്കെ കൊടുത്ത് തന്നെ വളർത്തണം എന്നെനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് എൻ്റെ ബാല്യത്തിലുണ്ടായ നല്ലൊരു അനുഭവമുണ്ട്. ഞാൻ കുഞ്ഞിലെ ഒരിക്കൽ ഒരു നുണ പറഞ്ഞപ്പോൾ എൻ്റെ വല്യമ്മച്ചി എന്നെക്കൊണ്ട് കള്ളത്തരമാണെന്ന് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് വല്യമ്മച്ചി എന്നെക്കൊണ്ട് തറയിൽ, അഴുക്ക് തറയിൽ നാക്ക് കൊണ്ട് കുരിശ് വരപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് വല്യമ്മച്ചി ഉപദേശം ഇതാണ്, മോനെ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നാവാണ്, അതുകൊണ്ട് നീ അഴുക്ക് കള്ളത്തരം പറഞ്ഞാൽ ഈ നാവ് പുഴുത്തു പോകുന്നു. എന്നെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചറിവായിരുന്നത്. കാരണം നാക്ക് കൊണ്ട് നമ്മൾ ഈശോനെ സ്വീകരിക്കും. നീ നാവ് എത്ര, എൻ്റെ അമ്മച്ചി പറഞ്ഞു, നീ നരകത്തിൽ പോയി കഴിയുമ്പോൾ നാവ് ഇങ്ങനെ അഗ്നിയിൽ കിടന്ന് കത്തി നശിച്ച് ആകെ നമുക്കങ്ങ് കേൾക്കുമ്പോഴേ പേടിയാണ്. പിന്നെ നമ്മൾ കള്ളത്തരം പറയാനോ അല്ലെങ്കിൽ ചീത്തവാക്ക് പറയാനൊക്കെ പോകുമ്പോഴേ ചങ്കിൽ, ഇപ്പോൾ നമ്മൾ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ചിക്കനൊക്കെ കിടന്ന് ബാർബിക്യൂ ഒക്കെ കിടന്ന് കറങ്ങുന്ന പോലെ നമുക്ക് മനസ്സിൽ നോക്കാം. ഇതുപോലെ കിടന്ന് നമ്മുടെ നാവ് കിടന്ന് നരകത്തിൽ കിടന്ന് കമ്പി കുത്തി കറങ്ങുമെന്നുള്ളത്. കറക്റ്റ്. ഇതുപോലുള്ള ചില ശിക്ഷണ നടപടികൾ കൂടി നിങ്ങളെന്ന് പറയുന്നത്, കുഞ്ഞ് ചെറിയ വേദനിപ്പിക്കാത്ത, മനസ്സിന് മുറിവ് കൊടുക്കാത്ത രീതിയിലുള്ള ചെറിയ ശിക്ഷണ നടപടികൾ കൂടി കൊടുക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം എല്ലാവരും എന്താ പറയുക, ഇപ്പം വലിയ വലിയ സൈക്കോളജി സ്റ്റഡീസൊക്കെ വന്നിട്ട് പിള്ളേരെ തല്ലാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുമല്ലോ. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ശിക്ഷണം കൊടുക്കണം, ആവശ്യത്തിന് കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കണം. അത് നുണ പറയുമ്പോൾ ഞാൻ ഈർക്കിലി കൊണ്ട് കയ്യിൽ അടിയൊക്കെ കൊടുക്കും. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, പിള്ളേർ നുണ പറയുമ്പോഴും അവരോട് നമ്മൾ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ ചില പിള്ളേർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നുണ പറയുന്ന ആ പ്രവണത. അപ്പം പറയാം, ആ വചനം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറയണം. അത് ഭയങ്കര ഒരു ക്യൂറിങ് ഇതുണ്ടാവും, ഒരു മെഡിസിനൽ വചനത്തിന്. എനിക്കത് ഈ ശിക്ഷയും ശിക്ഷണത്തിൻ്റെയും കൂടെ കാര്യത്തിനിടയ്ക്ക് പറഞ്ഞപ്പോൾ ഞാൻ അവർക്കത് ശിക്ഷണമായിരിക്കണം നമ്മൾ കൊടുക്കുക, ശിക്ഷയാവരുത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഒന്ന്, ഇനി ശിക്ഷിക്കുമ്പോഴാണെങ്കിലും ശിക്ഷണം നൽകുമ്പോഴാണെങ്കിലും എനിക്ക് തോന്നാറുണ്ട് നമുക്ക് പലപ്പോഴും പറ്റിപ്പോകാറുള്ളത്, നമുക്കപ്പോൾ ഉണ്ടായ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കോപം അത് ശമിക്കാനുള്ള ഒരു ഉപാധിയായി ഇത് മാറുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ
ഇത്തരത്തിലൊരു ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ നമ്മളൊന്ന് കൂൾ ഡൗൺ ആകുന്നിടം വരെ നമ്മളൊരു ആക്ഷൻ എടുക്കാതിരിക്കുക എന്നുള്ളത് ആ ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ കുഞ്ഞിനെ എപ്പം വേണമെങ്കിലും വിളിച്ച് നമുക്ക് വഴക്ക് പറയാം, എപ്പം വേണമെങ്കിലും വിളിച്ച് അടി കൊടുക്കേണ്ടതാണെങ്കിൽ അടി കൊടുക്കാം. പക്ഷേ അതിനു മുമ്പേ നമുക്ക് ഉറച്ച ഒരു ബുദ്ധി, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അത് ന്യായമാണോ യുക്തമാണോ, എന്തുകൊണ്ടാണ്. അങ്ങനെ അല്ലെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ നമ്മളങ്ങ് പ്രയോഗം നടത്തുക. പക്ഷേ കുഞ്ഞ് ചിലപ്പോൾ അതിന് ന്യായമായ ഒരു കാരണം ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ നമ്മൾ കള്ളമെന്ന് പറയുന്നത് ചിലപ്പോൾ കള്ളമായിരിക്കണമെന്നില്ല. കാരണം ഫാക്ച്വലി അത് റോങ് ആയിരിക്കാം, പക്ഷേ കുഞ്ഞ് മറ്റൊന്നായിരിക്കാം കണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്, നമുക്കത് നിഷേധിക്കാനാവില്ല. ജോർജേട്ടൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എൻ്റെ ഒരു മോൾക്ക് തന്നെ ഉണ്ടായ കാര്യം ഞാൻ പറയാം. അവൾ സ്കൂളിലെ ഓട്ടത്തിന് എല്ലാ പിള്ളേരെയും സ്കൂളിൽ, അപ്പോൾ LKG UKG പഠിക്കുന്ന കാലത്താണ് എല്ലാ പിള്ളേരും എല്ലാ സ്പോർട്സിനും ചേർക്കുമല്ലോ അവർ, അങ്ങനെ ചേർത്ത്. അപ്പോൾ എൻ്റെ മോൾ ഓടി എത്തിയത് അവസാനമാണ്. അപ്പോൾ അവസാനം എത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞു വിട്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും അവസാനമായല്ലോ എന്നോർത്ത് ഇവളുടെ മുഖം വാടി ഇങ്ങനെ വരുമ്പോൾ ടീച്ചർ, മോള് അവസാനത്തൊന്ന് ഫസ്റ്റായല്ലോ. കുഞ്ഞ് അതങ്ങനെ മനസ്സിലാക്കി. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇവള് അമ്മയോട് പറയുന്നത് എന്താ, അമ്മ ഞാൻ ഫസ്റ്റായി. ഇപ്പം നമ്മൾ അന്വേഷിച്ചപ്പോൾ ഫസ്റ്റ് അല്ലെന്ന് പറഞ്ഞു. നീ കള്ളം പറഞ്ഞില്ലേ എന്ന്. ഇതൊന്നും ഉണ്ടായില്ല അങ്ങനെ, പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നോക്കിയാൽ കുഞ്ഞ് കള്ളം പറഞ്ഞിട്ടില്ല. കുഞ്ഞ് അവസാനം ഓടി എത്തിയത്, പക്ഷെ കുഞ്ഞ് വിചാരിച്ചിരിക്കുകയാണ് അവസാനത്തുനിന്ന് ഫസ്റ്റ് ആയിരിക്കുകയാണ്. അതാണ് അവൾ വന്ന് പറഞ്ഞത്. ഇവിടെയൊക്കെയാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാതെ ഫാക്റ്റ് മാത്രം നോക്കിയിട്ട് നമുക്ക് ഇത് വേറൊരു വശം കൂടി ഉണ്ട് കേട്ടോ. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് വളരെ ഭാവനാസമ്പന്നരായ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ അവർ ചിലപ്പം നമ്മളോട് പറയും. ഏറ്റവും അടുത്ത് നമ്മളോടല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ വല്ലവരോടും പറഞ്ഞാൽ അവർ കളിയാക്കാൻ പോവുക ഇല്ലേ. അപ്പോൾ അമ്മയോട് ഒന്ന് പറയാം. അപ്പോൾ അവൻ പ്രതീക്ഷിക്കുന്നത് ഒരു അപ്രീസിയേഷൻ ആയിരിക്കും. കൊള്ളാവല്ലോ എന്നൊക്കെ ആയിരിക്കാം പറയുന്നത്. അത് പ്രതീക്ഷയാവും എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കള്ളം പറയുന്നോടാ എന്ന് പറയുന്നത് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നൊരു സംഭവം, അവൻ ബ്രാൻഡ് ചെയ്യപ്പെട്ടു, കള്ളനാണെന്ന് പറയും. കള്ളനാണെന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പം സ്വാതന്ത്ര്യമായി. അപ്പം ഇത് പലപ്പോഴും പിള്ളേരെ ഈ അബദ്ധത്തിലേക്ക് എത്തിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കേണ്ട. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനും പരീക്ഷിക്കാനും നോക്കാനും പറ്റാതെ. അന്ന് എൻ്റെ കുഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ വളരെ സമയത്തതായിരുന്നു. ഇവൾക്ക് ഫസ്റ്റ് കിട്ടുകയെന്ന് എൻ്റെ ഭാര്യയ്ക്ക് നല്ലപോലെ അറിയാം, കാരണം അവളുടെ ശാരീരിക ക്ഷമതയെല്ലാം വെച്ചുകൊണ്ട്. അപ്പം ആരാ പറഞ്ഞ മോളോട് ഫസ്റ്റ് കിട്ടിയെന്ന്? നീ ഫസ്റ്റാന്ന് ആരാ പറഞ്ഞേ? അപ്പോൾ ടീച്ചർ പറഞ്ഞു. അപ്പോൾ ടീച്ചർ എന്നാ പറഞ്ഞേ? നീ അവസാനത്തുനിന്ന് ഫസ്റ്റാന്ന് എന്നോട് പറഞ്ഞെന്നേ. തിരുത്താൻ പോയില്ല. ഇന്ന് വരെ ഞങ്ങളവളെ വിളിച്ചിട്ട് നീ തോറ്റുപോയി എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അവൾ തന്നെ വളർന്നപ്പം അവൾക്ക് തന്നെ ഇതൊരു തമാശയായി അവതരിപ്പിക്കാറുണ്ടെന്നുള്ളതല്ലാതെ അവൾ ഞങ്ങളത് തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് അങ്ങനെ ഒരു അപ്രോച്ച് പ്രധാനപ്പെട്ടത്. ആരെ വിളിച്ച് നീ കള്ളം പറഞ്ഞു, നീ തോറ്റ് അവസാനത്ത് വന്നേ ചോദിച്ചു, നീ ജയിച്ചെന്നും പറഞ്ഞു, നീ ഇവിടെ വന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളി എന്നുള്ളൊരു ലേബലിലേക്ക് വന്നു കഴിഞ്ഞു. അതൊരു വലിയ അപകടം. ഇനി ഇതൊക്കെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമയത്തോടെ കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ നോക്കിയാൽ അന്നേരം തന്നെ നമ്മളങ്ങ് ഇടപെടുക. അപ്പം ദേഷ്യം വരുമ്പം ദേഷ്യം ആയിരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ദേഷ്യപ്പെടേണ്ടി വരും. അത് നമ്മൾ അഭിനയിക്കുന്നതാകണമെന്ന് ഞാൻ പറയും. ഇവന് ഈ ഡോസ് ദേഷ്യം ആവശ്യമാണ്, ഡോക്ടർ നിശ്ചയിക്കുന്ന പോലെ ഇത്ര മരുന്ന് വേണം, ഇത്ര ml വേണം എന്നൊക്കെ പറയുന്ന പോലെ ഇത്ര ഇതുണ്ടെങ്കിലേ അടിച്ചു പോകും. അത് കൃത്യം അളന്ന് പിടിച്ച്. അപ്പം നമുക്ക് ദേഷ്യമൊന്നും ഇല്ലെങ്കിലേ നമുക്ക് അളന്ന് പിടിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പറയാം, എൻ്റെ അമ്മയെ തെറ്റിപ്പോൾ ഞാൻ ഇനി ഒരിക്കലും ചെയ്യലെന്ന് പറയുമ്പം ഇപ്പം നമുക്ക് മനസ്സ് മാറ്റാൻ സമയമുണ്ട്. കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലായിരിക്കും. ഓക്കെ ചെയ്യലല്ലോ, എന്നാൽ ശരി ഓട്ടെ. അപ്പം വേണമെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താലോ, മൊത്തം സംഗതി മരുന്ന് കഴിഞ്ഞ് അതിന് മേളിൽ നമ്മൾ കോപിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം. മറ്റേ നമ്മൾ അടി നമ്മുടെ ദേഷ്യം തീരുന്നവൻ വരെ അടിച്ചായിരിക്കും പിന്നെ നമ്മൾ കെട്ടിപ്പിടിക്കണമല്ലോ എന്നൊക്കെ ഓർത്ത് വെച്ചത്. അന്നേരത്തേനും കൊച്ച് ഈ ഒരതിരിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. ഇങ്ങനെ കൂടുതലായിട്ടുള്ള ആക്രമണങ്ങളും കൂടുതലായിട്ടുള്ള ശിക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നതാണ് വലുതായി കഴിയുമ്പോൾ നമ്മൾ ആന്തരിക മുറിവുകളായി മാറുകയും ഒരു തുടർച്ചയായിട്ട് ഒരു കാരണവുമില്ലാതെ വായെടുത്ത കള്ളത്തരം മാത്രം പറയുന്ന അവസ്ഥയിലേക്കൊക്കെ പിള്ളേരെത്തുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, ചാച്ചൻ അത്രയും ഭംഗിയുള്ള വാക്കുകളിൽ പറയേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെ നമ്മൾ ശിക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 15 വയസ്സായി കഴിയുമ്പോൾ അവൻ തിരിച്ച് ഇങ്ങോട്ട് തുടങ്ങുന്നത്. കനത്ത വിപ്ലവകാരിയാണ്. തിരിച്ച് ഇങ്ങോട്ട് ശിക്ഷിക്കാനും ഇങ്ങോട്ട് നടപടികളെടുക്കാനും ആരംഭിക്കും. അപ്പോൾ കാരണം 10 വയസ്സ് 15 വയസ്സ് വരെയൊക്കെ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഇത് അതിനോടകം നമ്മൾ അവരെ നേടിയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കള്ളം പറയുന്നതിനകത്തൊരു ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എനിക്ക് തോന്നുന്നു, ഈ രീതിയിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യാതെ നമ്മൾ കുഞ്ഞുങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. 2, അവർക്ക് ഞാൻ പേടിപ്പിക്കുന്ന ഭീകരനായ ഒരു അപ്പനോ അമ്മയോ അല്ലെന്നോ, അല്ലെങ്കിൽ എൻ്റെ അടുക്ക് വന്നു കഴിഞ്ഞാൽ എന്തിനും ഒരു പരിഹാരം, ഒരു കംഫർട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. മോസസ് എന്നാണ് പേര്. അവൻ അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ സിനിമകളിലൊക്കെ വർക്ക് ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ ആർട്ടിസ്റ്റായിരുന്നു.
അപ്പോൾ അവൻ അവൻ്റെ അപ്പനെ പറഞ്ഞ എല്ലാവരും അറിയും. കേരളം മുഴുവൻ ആകാംക്ഷയോടെ വായിച്ച ബാറ്റൺ ബോസ് എന്ന് പറഞ്ഞ പഴയ നമ്മുടെ നോവലിസ്റ്റ് ഇല്ലേ, അദ്ദേഹത്തിൻ്റെ മകനാണ്. കുറ്റാന്വേഷണ കഥകളുടെ കോട്ടയംകാരനാണ്. അപ്പോൾ ഇദ്ദേഹം മോസ് ഒരിക്കൽ പറഞ്ഞ സംഭവമുണ്ട്. മോസ് പഠിക്കാനൊക്കെ വളരെ സാധാരണക്കാരനായ കുട്ടിയായിരുന്നു. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് അപ്പനും അമ്മയും സ്ഥിരം പറയുക, അപ്പൻ പ്രത്യേകിച്ച് സ്ഥിരം പറയായിരുന്നു, മോനെ പരീക്ഷയ്ക്ക് തോറ്റാലൊന്നും കുഴപ്പമില്ല കേട്ടോ, കോപ്പി അടിക്കരുത്, കള്ളത്തരം കാണിക്കരുത് അപ്പൻ ഉദ്ദേശിക്കുന്നത്. അവൻ നന്നായിട്ട് പരീക്ഷകളൊക്കെ തോറ്റ് തന്നെ വളർന്ന്, +2 ഉൾപ്പെടെ തോറ്റ് വളർന്നു. അതിനുശേഷം കൊതിയൊക്കെ ആയിട്ട് പണ്ട് സ്പൈഡർമാൻ സിനിമയൊക്കെ കാണുന്ന കൊതി കൊണ്ട് നടന്നുകൊണ്ട് ആ സിനിമയിലൊക്കെ തന്നെ ആവണമെന്ന് കണ്ട് സ്വപ്നം കണ്ടിട്ട് അവൻ എന്നിട്ട് ആനിമേഷൻ കോഴ്സിന് പഠിക്കാൻ പോയി. അവിടെ ചെന്നിട്ട് അവൻ കോപ്പി അടിച്ച് ജയിക്കാനുള്ള സകല സാഹചര്യം ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ജയിച്ച് ഇവൻ ഒഴിച്ച്. ഇവൻ തോറ്റ്, ആനിമേഷൻ തോറ്റ്, +2 അതൊക്കെ പിന്നീട് എഴുതിയെടുക്കുകയോ ചെയ്യുന്നത്. ഈ ഗ്യാപ്പിലാണ് അവൻ ചെന്നൈ കാണാൻ പോയത്. അപ്പോഴും അപ്പൻ കൊടുത്ത ഈ വാക്കാണ് അവൻ്റെ ഉറപ്പേ. കാരണം ഈ ഭൂമിയിൽ അപ്പൻ ഇത്രയും ഉറപ്പും കംഫർട്ടും കൊടുക്കാൻ പറ്റുമെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന അപ്പൻ എന്തോരം കൊടുക്കാൻ പറ്റും, അതാണ് പോയിന്റ്. അപ്പോൾ പിന്നീട് അദ്ദേഹം അവൻ്റെ കൂടെ പഠിച്ച മറ്റു പലരെക്കാളും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഉയർന്നതിലെത്തി. അപ്പോൾ അവൻ പറയുന്നത്, എൻ്റെ അപ്പൻ എനിക്കെന്നൊരു കംഫർട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, കള്ളത്തിലൊന്നും കാണിക്കണ്ട. അതാണ് ഏറ്റവും, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചെറിയ നുണ പറച്ചിലെന്ന് പറയുന്ന ഒരു കുഞ്ഞു വിഷയത്തെ, ചില നമുക്ക് പറയുമ്പോൾ കുഞ്ഞു വിഷയം എന്ന് പറയാം, ചില മാതാപിതാക്കളെ സംബന്ധിച്ച് വിഷയമല്ല. ഞാനത് പറയാൻ തുടങ്ങായിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾ 15 വയസ്സായി 16 വയസ്സ് അല്ലെങ്കിൽ 8ലോ 9ലോ പഠിക്കുമ്പോഴേ ലവ് ലെറ്റർ കൊടുത്തു, അല്ലെങ്കിൽ ആ പയ്യൻ്റെ കൂടെ പോയി, അല്ല വൈകുന്നേരം നേരെ ക്ലാസ് വിട്ട് ഇങ്ങോട്ട് വരുന്നതിന് ഒരു വേറെ എവിടെയോ പോയി ബൈക്കിൻ്റെ പുറകെ പോയി, ഇങ്ങനെയൊക്കെ പരാതികൾ പറയാറുണ്ട്. ഗ്രാജുവൽ പ്രോഗ്രസ്, ഈ കുഞ്ഞു നുണകളിൽ നിന്ന് പോവുക. അവസാനം ഇവർ എക്സ്പേർട്ടായി ആകുകയാണ്, ഇവർ സ്പെഷ്യലൈസ് ചെയ്യുന്നു, എക്സ്പേർട്ടാകും. നമ്മളറിയുന്നില്ല. നമ്മളെ ശരിക്കും ഇവർ അളന്ന് തൂക്കി നമ്മളെ എങ്ങനെ പറ്റിക്കാമെന്നുള്ളത് അവർ എടുത്തു. നമ്മൾ ഏത് ലെവലിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വഴക്ക് കിട്ടാതെ ജീവിക്കാം. ഈ പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും നമ്മൾ വികാരിയച്ഛൻ്റെ ഓടിച്ചത്, എൻ്റെ അച്ഛാ കൈവിട്ട് പോയി, അവളാണ്ട് പോയി, അല്ലെങ്കിൽ ഇവനെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ധ്യാനം കൂടിക്കുക. ഇതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ വെപ്രാളമൊക്കെ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഒഴിവാക്കാവുന്നൊരു കാര്യമാണ്. എന്തുണ്ടെങ്കിലും എൻ്റെ മകൾക്ക്, എൻ്റെ മകന് എന്നോട് വന്ന് പറയാം. അപ്പോൾ ഇന്നൊരു ചെറുക്കൻ വന്ന്, അല്ലെ ഇന്നൊരു പെങ്കൊച്ച് വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് അമ്മയോട് അല്ലെങ്കിൽ അപ്പനോട് പറയാവുന്ന ഒരു സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ടെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ, ഏതാണെങ്കിലും അങ്ങനൊരു, നീ സുന്ദരിയായിരിക്കുന്നല്ലോ എന്നൊരു പെങ്കൊച്ചിനോട് ഒരുത്തം വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ കേട്ടപ്പോൾ ഇവർക്ക് എന്തോ ഒരു ഡിസ്കംഫർട്ട്. അത് ചുമന്നുകൊണ്ട് നടക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇതെവിടെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യും? ഒരിടത്തും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. പിന്നെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് ഏതെങ്കിലും കൂട്ടുകാരുടെ അരിയോ അവിടെ നിന്നൊക്കെ കിട്ടാൻ പോകുന്ന പ്രോത്സാഹനം കിട്ടും, വലിയൊരു തെറ്റിലേക്ക് പോകാനായിട്ട്. ആ സമയം അമ്മയുടെ അരിയെ വന്ന് പറയാം. അമ്മ അന്നേരം റിയാക്ട് ചെയ്യുന്നത് പ്രധാനം. നീ എന്തിനാ വേണ്ടാത്തടത്തൊക്കെ പോയി നിന്ന് അങ്ങനെ കാണിച്ചിട്ടില്ല, അങ്ങനെ ഞാൻ പിള്ളേരുടെ അരി എന്താ, ഈ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സംഭവം കൊച്ചു പറയുകയില്ല. ആ സമയം മോളെ അങ്ങനെ പറഞ്ഞു, ഇറ്റ്സ് നാച്ചുറൽ, അവൻ ആ പ്രായമാണ്, നിനക്ക് ഈ പ്രായമാണ്. ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. വേണമെങ്കിൽ നമുക്കുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയാം. അറിയാമെങ്കിൽ ഇതെല്ലാം അറിയണമെന്നൊന്നും ഞാൻ പറയല്ല. പക്ഷെ നമ്മുടെ അറിവനുസരിച്ച്, അല്ലെങ്കിൽ എൻ്റെ മോളെ ഞാനും ഈ പ്രായത്തിലൂടെ കടന്നു, അത് തീർച്ചയായിട്ടും പോയതാണല്ലോ പോയത്. അങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ ചില ഇതൊക്കെ തോന്നുന്നു. പോരാ, ആഞ്ചർക്കും മുഖത്ത് നോക്കി വെച്ച് സുന്ദരിയാന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങോ എവിടെയൊക്കെ ഒരു ഇക്കിളി പോലെയൊക്കെ തോന്നും. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ആ കൊച്ചെന്ത് റിലാക്സ് ആയെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് അമ്മയ്ക്ക് ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ ഇതിനെ ഉള്ളിൽ വെച്ച് താലോലിക്കുമ്പം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പറഞ്ഞ ആളിനോട് ഒരു അൺഡ്യൂ ഒരു റിലേഷൻഷിപ്പ് നമുക്കുണ്ടാകും, ആവശ്യത്തിലധികം. പിന്നെ ഒരു കാര്യം കൂടെ മോളെ സൂക്ഷിച്ചു വേണം, ഇങ്ങനെ പറയുന്നവരെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. കാരണം അവൻ അങ്ങനെ പറയാൻ എന്തെങ്കിലും ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാകാം. ചിലപ്പോൾ അവൻ നിന്നെപ്പോലെ തന്നെ ഈ പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പറഞ്ഞതാകാം. പക്ഷെ അവന് ബോധപൂർവമായ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ എൻ്റെ മോളെ നിനക്ക് ആപത്താണ്, ബി കെയർഫുൾ. ഇത്രയും ഒരു അഡ്വൈസ് ആ കുഞ്ഞിന് കിട്ടുകയാണെങ്കിൽ ഇവളിനി മറ്റു പിള്ളേരെ ഉപദേശിക്കാൻ തുടങ്ങും. പറയരുത്, വീട്ടിൽ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയല്ല, ഇങ്ങനെ ഒരുത്തം പറഞ്ഞു എന്ന് ഇവളോട് ആരെങ്കിലും വേറൊരു കൊച്ചു വന്ന് ഇതുപോലെ ഷെയർ ചെയ്യും. കാരണം ഇവരുടെ ഇടയിലെ ഈ ഷെയറിംഗ് അപ്പോൾ അവർക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അന്നേരം ഇവള് പറഞ്ഞു കൊടുക്കും. ഈ അമ്മ പറഞ്ഞു കൊടുത്ത അതേ ഉപദേശം മനോഹരമായിട്ട് റെഡി, അതിനകത്ത് ഇങ്ങനെയൊക്കെ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് അവരുടെ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഭംഗിയാവും. നമ്മൾ നമ്മുടെ കുഞ്ഞിനെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? നമ്മൾ രക്ഷിക്കുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ ലോകത്തെ കൂടി നമ്മൾ രക്ഷിച്ചെടുക്കുക, ചുറ്റുവട്ടത്തെ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ആ ഒരു അപ്രോച്ചിനകത്ത് കള്ളം പറയാൻ അങ്ങനെ നിസ്സാരമായ കാര്യം അല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഈ കള്ളം പറച്ചിലാണ് നമ്മളിത് അവസാനം ഇവരെ എവിടം വരെ എത്തിക്കുന്ന, അവസാനം ഇവരെ ഒളിച്ചോടി എന്നൊക്കെ അറിയുമ്പോഴേ നമ്മൾ വിവരം അറിയുന്നുള്ളൂ എന്നൊക്കെയുള്ള അവസ്ഥ സംഭവിക്കുന്നത്. അത് എക്സ്ട്രീം ഇത് ഞാൻ പറയാം. കാരണം ഈ ചെറിയ കള്ളത്തിൽ നിന്നുള്ള ഫ്രീഡം കൊടുക്കുക, സത്യം പറയാനുള്ള ഫ്രീഡം. എന്ത് സത്യം എന്താണെങ്കിലും എൻ്റെ അപ്പനും അമ്മയും അത് സ്വീകരിക്കും. ഇവിടെയൊക്കെ പലപ്പോഴും പറ്റിപ്പോകാറുള്ള വീടുകൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പന് നേരമില്ല,
ഇപ്പം ജോലിയായിട്ടുള്ള ഇതാണ്. അമ്മയ്ക്ക് അതിലും കൂടുതൽ തിരക്കാണ്. തിരക്കാണ്. ഇതിനിടയ്ക്ക് കുഞ്ഞ് ശ്രദ്ധിക്കപ്പെടാതെ പോവുക. നമ്മൾ ഓർത്തേക്കുക, എന്തെല്ലാം ജോലി ചെയ്ത് പ്രൊഫഷണലി എന്തെല്ലാം നമ്മളായി തീർന്നാലും, അല്ലെങ്കിൽ എന്തുമാത്രമൊക്കെ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയാലും ആർക്കു വേണ്ടി? അവസാനം നമ്മളുടെ പല പ്രശസ്തരായ ആളുകളുണ്ട്, അവരുടെയൊക്കെ ജീവിതത്തിൽ വായിച്ചു വലിയ വീഴ്ചകൾ ഈ അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വലിയ വീഴ്ചകൾ. അവർ മഹാന്മാരായി മാറിയിരിക്കാം, പക്ഷെ അവരുടെ മക്കൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥ. ഞാൻ പറയും, ദൈവം ഇപ്പോൾ ഡോക്ടറുടെ കാര്യം തന്നെ പറയാം, ഡോക്ടറായിട്ട് വിളിച്ചിരിക്കുന്നു, വലിയ മനുഷ്യൻ്റെ ജീവൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്, എല്ലാം വലിയ കാര്യമാണ്. പക്ഷേ അതിനു മുമ്പേ ഒരു അപ്പനാണ്. ആ ജീവനുകളോടുള്ള ഉത്തരവാദിത്വം ആദ്യം, ഇത് നമ്മുടെ പ്രൊഫഷൻ്റെ കാര്യത്തിലാണെങ്കിലും പണസമ്പാദനത്തിൻ്റെ കാര്യമാണെങ്കിലും മറ്റേത് കാര്യത്തിലാണെങ്കിലും ആ പ്രയോറിറ്റി ഞാനതിനെ കാണുന്നത് ഇങ്ങനെയാണ്. ഈ കുഞ്ഞുങ്ങൾ നമ്മുടേതല്ല, ദൈവം നമ്മളെ വളർത്താൻ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. ദൈവം എപ്പോഴെങ്കിലും നമ്മളെ വിളിച്ചത് ചോദിച്ചാൽ എന്തിയേ എന്ന് ചോദിച്ചാൽ നമ്മളതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാകുന്ന ഒരു ഇതാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് തന്നെ വലിയൊരു ഒരു ഉണർത്തുപാട്ട് എന്നൊക്കെ പറയുന്നവരാണ്. പക്ഷേ പേരൻറ്റിങ് എന്ന് പറയുന്ന ആർട്ട്, എവരി ചൈൽഡ് ഈസ് എ പേരൻറ്റ്. ശരിക്കും കുഞ്ഞുങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോഴും അവരെപ്പറ്റി പഠിക്കുമ്പോഴുമാണ് നമ്മൾ എത്ര നല്ല കുഞ്ഞുങ്ങളായെന്ന്, ഇപ്പോൾ എത്ര നല്ല കുഞ്ഞുങ്ങളാണ് എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. എനിക്ക് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കുറച്ചുകൂടി ഇക്കാര്യങ്ങൾ ഒരല്പം കൂടി ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. മാതാപിതാക്കൾ നമ്മുടെ സംസാരത്തിൽ പോലും ചെറിയ കളവുകൾ, പിള്ളേരെ ചില കാര്യങ്ങൾ ഒളിക്കാൻ വേണ്ടി തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കള്ളത്തം പറയുന്നു. പിള്ളേരാരാ മക്കൾ? അവർ നമ്മുടെ വിറ്റ പൈസ പോക്കറ്റിട്ട് അവർ നടക്കുന്നത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൊഫഷണൽ കള്ളത്തരങ്ങൾ മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് പറയുന്നത് പിള്ളേർ കേട്ടുപഠിക്കുന്നു. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ഫോർമേഷനിൽ കൃത്യമായിട്ട് നമുക്കറിയാം. സൈക്കോളജിയിലൊക്കെ പറയുന്നതനുസരിച്ച് 10 വയസ്സിന് മുമ്പൊക്കെ തന്നെ കുഞ്ഞിനെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കും. അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ കുഞ്ഞ് ടെക്നിക്കുകളെല്ലാം കൃത്യമായി പഠിച്ച് എന്നിത് അപ്ലൈ ചെയ്യണമെന്ന് മാത്രം ഉദ്ദേശിച്ച് പുറത്തേക്ക് വരുന്നതാണ് പല കാര്യങ്ങളും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം, നുണപറച്ചിൽ എന്നൊരു വിഷയം, നമുക്കെല്ലാവർക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇത് വലിയ തിരിച്ചറിവിനുള്ള ദിവസമായിരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ എത്രമാത്രം സത്യസന്ധമായിട്ട് സംസാരിക്കുന്നു. നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയാണെങ്കിൽ പോലും തിരുവചനം എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്, നിനക്ക് വേണ്ടി ഞാൻ പൊരുതിക്കോളാം, നീ എന്തിന് സത്യം വെടിയണം, മരണം വരെ സത്യത്തെ മുറുകെ പിടിക്കുക, ഞാൻ നിനക്ക് വേണ്ടി പൊരുതിക്കോളാം വരെ. നിലനിൽപ്പിന് വേണ്ടിയാണെങ്കിൽ പോലും ആദിമ ക്രൈസ്തവ സഭയിൽ കത്തോലിക്കർ അവർക്ക് ക്രിസ്ത്യാനികളല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു അവരുടെ ജീവിതം രക്ഷപ്പെടാനായിട്ട്. അതെ, ക്രിസ്ത്യാനികളല്ല എന്ന് മാത്രം പറയാം. ഇപ്പോൾ സിറിയയിലൊക്കെ ക്രിസ്ത്യാനികളല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി, അവർ റെഡിയല്ല, അവർ നുണ പറയാൻ റെഡിയല്ല. കാരണം അവർക്ക് ഉറപ്പാണ് അവരെ താങ്ങുന്ന കരങ്ങൾ ഉന്നതത്തിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മേഖല മുഴുവൻ സമർപ്പിച്ച്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മേഖലകളിൽ സ്ട്രഗിൾ ചെയ്യുന്ന, ബുദ്ധിമുട്ടുന്ന മക്കളെയും മാതാപിതാക്കളെയും, പ്രൊഫഷണൽ മേഖലയിലൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ അവരെ കൂടി കുടുംബം മുഴുവൻ സാധിക്കുമെങ്കിൽ ഒന്ന് ഒരുമിച്ച് നിന്ന് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നുണ പറയുന്ന നാവ് അവൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നു. നീ എന്തിനു നുണ പറയണം? സത്യം കൈപിടിയരുത്. നിനക്ക് വേണ്ടി ഞാൻ പൊരുതിക്കോളാം. സർവശക്തനായ ദൈവത്തിൻ്റെ വാഗ്ദാനമാണിത്. നമ്മുടെ നാവുകളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാം. ഈശോയെ സ്വീകരിക്കുന്ന നാവ്, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നാവ്, നുണ പറയുന്ന മാറി നടക്കാനുള്ള ഏറ്റവും വലിയ മെഡിസിനും ദിവ്യകാരുണ്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം ഹൃദയത്തിൽ. ഈശോയെ, നിന്നെ സ്വീകരിക്കുന്ന നാവ് കൊണ്ട് ഞാൻ ഇനി ഒരു തെറ്റും പറയത്തില്ല, ഒരു കള്ളത്തരവും പറയത്തില്ല, ഒരു നുണയും പറയത്തില്ല. ഓരോ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മുടെ നാവിൽ ദിവ്യകാരുണ്യം ഒരു നിമിഷത്തേക്ക് വെച്ചിട്ട് നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാൻ പറ്റണം. ഈശോയെ, നാളെ നിന്നെ സ്വീകരിക്കുന്നത് വരെ ഈ നാവ് കൊണ്ട് അശുദ്ധമായതൊന്നും പറയാനോ ഒരു കള്ളത്തരം പറയാനോ എൻ്റെ നാവിൻ്റെ വിശുദ്ധി കളയാനോ നീ എനിക്ക് ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗത്തിൽ നിന്ന് നിൻ്റെ ശക്തിയുടെ ആത്മാവിൻ്റെ കൃപാവരങ്ങൾ, വരദാനങ്ങൾ അയച്ച് ഈ മക്കളുടെ മേൽ സമൃദ്ധിയായി വിജയം കൊടുക്കണമേ, കൃപ കൊടുക്കണമേ. പ്രത്യേകിച്ച് നാവിൻ്റെ മേഖലയിലുള്ള പരാജയങ്ങൾ, അത് കാര്യമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും പകർന്നു കൊടുക്കണമേ. ഞങ്ങൾ പറഞ്ഞുകൂട്ടിയ നുണകളൊക്കെ സാധിക്കുമെങ്കിൽ തിരുത്തി പറഞ്ഞ് എളിമ കാണിക്കുവാനുള്ള ധൈര്യവും കൃപയും കൂടി ഞങ്ങൾക്ക് തരണമേ. സ്വർഗം മുഴുവനെ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മേ, ഒരു കളവ് പോലും പറയാതെ നാവിൻ്റെ പരിശുദ്ധി അങ്ങേയറ്റം കാസൂക്ഷിച്ച അമ്മേ, സത്യസഭയിൽ നാവിൻ്റെ പരിശുദ്ധിക്കും കളങ്കം ചാർത്താതിരിക്കാൻ വേണ്ടി, കളവ് പറയാതിരിക്കാൻ വേണ്ടി രക്തസാക്ഷികളായി തീർന്ന പരിശുദ്ധരായ വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം സ്വർഗത്തിൽ നിന്ന് ശക്തമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. തലകുനിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.